പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശധാരിണി ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയോ കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധ ശ്യാമ സുന്ദരാധാ ശ്യാമ സുന്ദരാധേ ജയോ ഗൗരനിതായ് ഗൗരനിതായ് ജയോ ഗൗരനിതായ് ജയോ ജയ പ്രഭുപാദ് ജയോ ജയ ഗുരുദേവ് നിത്യ ഗൗര ഹരി ബോൾ കൃഷ്ണ ബലറാം की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गौर निताई की जय, पंचदत्त की जय, षड गोसावीस की जय, गुरु परंपरा की जय. जय 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 श्री राधेश्याम. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിം നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിം നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിം നമാമികം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കീ ജയ്, നരഹരി കീ ജയ്, പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. ജയ 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 ശ്രീ രാധേശ. നമ്മള് ദശക 20 പഠിക്കാൻ പോകുന്നത്. ഋഷഭയോഗീശ്വര ചരിതമാണ്. അതിനു മുമ്പിട്ട് നമ്മൾ ആനന്ദുണ്ടെന്നുണ്ടെങ്കില് ഒരു കൊച്ചുങ്ങൾക്കെല്ലാം കഥ വലിയ ഇഷ്ടമല്ലേ? കഥ വേണോ? തീർച്ചയായും വേണം. നമ്മുടെ കഥ കേൾക്കാണ്ടിരുന്ന ഉറക്കം, കൊച്ചുങ്ങൾക്ക് കഥ തന്നെയല്ലേ വലിയ ഇഷ്ടം. നല്ല ഉറക്കം വരുള്ളൂ. അതെ, അതായത് കഥ കേട്ടാല് അത് ക്ലാസിന്റെ സമയത്തോ പിന്നെയോ? കഴിഞ്ഞെല്ലാം ശേഷം ഇങ്ങനെ കിടക്കുമ്പോ മാതാചാര്യ കഥ ഓർത്ത് അങ്ങനെ ഉറങ്ങും. അതല്ലോ അല്ലേ? അത് ശരി. അത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? മുത്തശ്ശിമാര് കഥ പറഞ്ഞല്ലേ കുട്ടികളെ ഉറക്കുന്നേ എന്ന് പറയുന്നോണ്ട് ഞാൻ കഥ പറഞ്ഞ് നിങ്ങളെ ഉറക്കുന്നു അല്ലേ? നല്ല കാര്യം. എന്തായാലും ക്ലാസ്സിന്റെ സമയം കഥ അല്ല ഉറങ്ങല്ലേ? അയ്യോ, അത് ഉറങ്ങാൻ പറ്റില്ല. ഇല്ലയോ? അയ്യോ, ഉറങ്ങാൻ പറ്റില്ല. മാതാചാര്യ കഥ കേട്ടോണ്ടേ ഇരിക്കാനേ തോന്നുന്നു. നല്ല കാര്യം. സുന്ദരനന്ദമുകുന്ദ ഹരിനാരായണ ഗോപാൽ ഹരി കേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാൽ ഹരിനാരായണ ഗോപാൽ. സുന്ദരനന്ദ ഹരി നാരായണ ഗോപാൽ ഹരിനാരായണ ഗോപാൽ ഹരിനാരായണ ഗോപാൽ ഹരിനാരായണ ഗോപാൽ. വനമാലി മുരളീധാരി ഗോവർത്തന ഗിരിധാരി വനമാലി മുരളീധാരി ഗോവർത്തന ഗിരിധാരി നിത്മാകന ചോരി ഗോപി മനഹാരി आवो रे कान गो रे गोकुल के प्यारे
आवो रे कानवो रे गोकुल के प्यारे, गावो रे नाचो रे, हे गावो रे नाचो रे, रास रे जावो रे, रास रे जावो रे, सुंदर नंद मुकुंद हरि नारायण गोपाल, वनमाली मुरलीधारी गोवर्धन गिरिधारी, गोवर्धन गिरिधारी, हरि केशव हरि गोविंद हरि नारायण गोपाल, हरि नारायण गोपाल, हरि നാരായണ ഗോപാൽ. നമ്മുടെ കണ്ണൻ എങ്ങനെയാണ്? സുന്ദരനാണ്, ഗിരിഗോവർത്തനധാരിയാണ്, പിന്നെ എങ്ങനെയാ മാക്കൻ ചോറാണ്, നവനീത ചോറാണ്, ഹൃദയ ചോറാണ്, പാവം എല്ലാം കള്ളൻ 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 എന്ന് പറയുന്നു. പക്ഷെ ബാക്കി എല്ലാവരെയും കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? പക്ഷേ കണ്ണനെ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ആനന്ദമാണ് അല്ലെ? എത്ര കണ്ണന് എന്തെല്ലാം കട്ടു 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്കൊരു സന്തോഷമാണെന്നുള്ളത്. അതാണ് സാധാരണക്കാരും ഭഗവാനുമായിട്ടുള്ള ആ വ്യത്യാസം. 64 ക്വാളിറ്റീസ് ആണ് ഭഗവാനുള്ളത്. ആ ഭഗവാന്റെ ആ ഒരു കാരുണ്യം, ഭഗവാന്റെ ആ ഒരു ലീലകള്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചോരി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യശോദാമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ ചോരി ചെയ്യുന്നില്ല, ഞാൻ എല്ലാവർക്കും ആനന്ദം പകർന്നു കൊടുക്കുക എന്നാ പറയുന്നേ. ഗോകുലത്തിലെ ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ ആ ലീലകളില് ആനന്ദം കാണുന്നവരായിരുന്നു എന്നുള്ളതാ. ഓരോരോ ലീലകളിലും അവരെത്ര പരമാനന്ദമായിരുന്നു അതിലകത്ത് കാണുന്നെന്നുള്ളത്. അവരെന്തെങ്കിലും പിടിച്ചു കെട്ടുവോ അല്ലെന്നുണ്ടെങ്കിൽ അടിക്കുവോ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ അതിന്റെ പുറകിൽ ഒരു ആനന്ദമുണ്ട്, പരമാനന്ദമുണ്ട്. ഇപ്പൊ നമ്മൾ എങ്ങനെയാ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവരോട് ദേഷ്യം തോന്നില്ല. അതേസമയം ഇച്ചിരി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയുന്നത് പോലെ കണ്ണന്റെ ഓരോരോ ലീലകളിലും നമുക്ക് യാതൊരുവിധ ദേഷ്യവും വരില്ല. പക്ഷെ നമുക്ക് എന്താ ആനന്ദമാണ് അതിൽ നിന്നും കിട്ടുന്നത്. നമുക്കിന്ന് ഋഷഭയോഗീശ്വര ചരിത, ഋഷഭയോഗീശ്വരനും ഭഗവാന്റെ ഒരു അംശാവതാരമാണ്. നമ്മൾ നേരത്തെ കണ്ടു, കപിലമുനിയെ കണ്ടു, കപിലനെ കണ്ടു, അതും ഭഗവാന്റെ അംശാവതാരം. പിന്നെ വേറെ ആരെ കണ്ടത്? നമ്മള് പൃഥു ചക്രവർത്തി, അത് പിന്നെ ഋഷഭയോഗീശ്വര ചരിതം. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളിലാണ് വരുന്നത്. ഇതിനകത്ത് ജഡഭരതൻ എന്ന് പറയുന്ന ഒരു ഭരതൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട്. അന്നേരം ആ ഭരതന്റെ ഒരു കഥ നമ്മൾ പറഞ്ഞുകൊണ്ട് ഏതായാലും കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു കഥ പറയാം. അമ്മ കഥ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ മകനായിരുന്നു? ഋഷഭന്റെ മകനായിരുന്നു ഭരതന്. ഋഷഭന് 100 മക്കളായിരുന്നു. എന്നിട്ട് 9 പേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നവയോഗീശ്വരന്മാരായി. 9 പേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജ്യഭരണത്തിലും ബാക്കി എല്ലാത്തിലും ബാക്കിയുള്ളവരെല്ലാവരും സന്യാസമെടുത്ത് സന്യസിക്കാനായിട്ട് അവർ പോവുക ചെയ്യുന്നത്. അതിലെ മൂത്ത ആളാണ് ഭരതൻ, ഭരത ചക്രവർത്തി. ഭാരതം എന്നുള്ള പേര് തന്നെ കിട്ടിയതെന്ന് പറഞ്ഞു ഈ ഭരതനിൽ നിന്നാണ് വന്നതെന്നാ പറയുന്നത്. അത്രയ്ക്കും നല്ലൊരു രാജാവായിരുന്നു. ഭാരതം മാത്രമേ, നമ്മുടെ ഈ ചെറിയൊരു ഇന്ത്യ അല്ലായിരുന്നു പണ്ടത്തെ ഭാരതം. പണ്ടത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്, പിന്നെ ഭൂട്ടാന്, അങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഒരു വേൾഡിന്റെ അന്നത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സംസാരവും ലോകം മൊത്തം ഒരു ചക്രവർത്തിയുടെ അണ്ടറിലായിരുന്നു എന്നുള്ളതാ. അന്ന് ഇങ്ങനെ ഡിവിഷൻ ഒന്നുമില്ല, കുഞ്ഞു രാജാക്കന്മാരോ അങ്ങനെയുള്ളവർ ആരും ഇല്ല. എന്നിട്ട് ഭരത ചക്രവർത്തി ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും പ്രജകൾക്ക് ഏറ്റവും സുഖസമർത്ഥമായിട്ടുള്ള ഒരു ജീവിതം കൊടുത്തു. അതും അവരെല്ലാവരും എങ്ങനെയാ നോക്കെ 9 പേര് നവയോഗീശ്വരന്മാരായിരിക്കുന്നത് സഹോദരങ്ങള്. ഇതൊരു ആ ഭരതന് പിന്നെ ചെറുതാവാൻ പറ്റുമോ? ആ ഭരതനും അതേപോലെ ഭക്തിയുടെ മാർഗത്തിൽ തന്നെ ഭഗവാനില് എല്ലാ വിശ്വാസവും അർപ്പിച്ച് ഭഗവാന്റെ തന്നെ ഇൻസ്ട്രക്ഷൻ, ഭഗവാന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആണ് ഗുരു. ആ ഗുരുവിന്റെ നിർദ്ദേശത്തോടുകൂടി രാജ്യം ഭരിച്ചു. എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നുള്ളതാണ്. സന്തോഷത്തോടുകൂടി അവരെല്ലാവരും ജീവിച്ചു. പിന്നെ ഞാൻ എപ്പോഴും പറയും 4 ആശ്രമങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ ആശ്രമങ്ങൾ? 4 ആശ്രമം എന്ന് പറയൂ, വെറുതെ കേട്ട് പോയിട്ട് കാര്യമില്ല. 4 ആശ്രമങ്ങൾ ഏതൊക്കെയാ? ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ആദ്യത്തെ വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം അല്ല, വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം, സന്യാസം. ആദ്യത്തേത് വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം,
സന്യാസം വന്നു, 3 കഴിഞ്ഞു. ആ സന്യാസം, ആളുകളുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്. സന്യാസിയാശ്രമം. ആദ്യമേ അങ്ങ് ഗൃഹസ്ഥാശ്രമത്തിലാണ് പ്രവേശിക്കുന്നേ. ആദ്യം കല്യാണം കഴിച്ച് പിള്ളേരുമായിട്ടാണോ ജീവിക്കുന്നേ? അതാണല്ലോ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാല്. ആദ്യത്തെ സ്റ്റേജ് ഏതാ? വാനപ്രസ്ഥം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ടാണ് വാനപ്രസ്ഥം വരുന്നത്. ബ്രഹ്മചര്യം മാതാജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആദ്യം എങ്ങനെയാ സ്റ്റുഡൻസ് ലൈഫ് എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെ നമുക്ക് എന്താണ് ബ്രഹ്മചര്യം വരുന്നത്. ആ ബ്രഹ്മചര്യയിലെ നമ്മുടെ ആണെങ്കിൽ സ്റ്റുഡൻസ് നമ്മളെന്താ സ്റ്റുഡൻസ് ആവുന്നത് മാതാജി സൗണ്ട് പോയി മാതാജി. ഇപ്പോഴോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ വന്നു. ഓട്ടോമാറ്റിക് അൺമ്യൂട്ട് ആയിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെയാ നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിലോട്ട് കിടക്കുന്ന കഴുതയുടെ കൂട്ട് ഒരു പാണ്ടക്കെട്ട് നമ്മളില്, ഒരു വിഴുപ്പ് കെട്ട് നമ്മളില് ഇട്ട് തരും. അത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ റിട്ടയർ ആവും. റിട്ടയർ ആവുന്ന സമയത്ത് എത്ര വയസ്സ്? ഇപ്പൊ 60 വയസ്സ്. 60 വയസ്സിലൊന്നും ഇപ്പൊ ആരും റിട്ടയർ ആവാനുള്ള ആ ഒരു ഇപ്പോഴും എങ്ങനെ എന്താ പറയുന്നത് യൗവനം തന്നെ എന്നുള്ള രീതിയിൽ ആൾക്കാർ 60 വയസ്സിനെയൊക്കെ കാണുന്നതെന്നുള്ളതാ. കണ്ടില്ലേ? പിന്നെ ഇപ്പൊ 70 വയസ്സെങ്കിലും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും പോട്ടെ, 60 വയസ്സ്. 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാനപ്രസ്ഥാവന. അപ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ ഗൃഹസ്ഥാശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ പിള്ളേരെ എല്ലാം ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്കിനി സ്വസ്ഥമായിട്ട് സമാധാനത്തോടും കൂടി എന്ത് ചെയ്യണം? പൂജാപാട്ട് ചെയ്ത് ഭഗവാന്റെ ധാമിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗമാണെന്നുള്ള രീതിയാണ് വാനപ്രസ്ഥം. പണ്ടൊക്കെയുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരുന്നു? വനം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഈ കുടുംബ ബന്ധമൊക്കെ എല്ലാം വിട്ടെറിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് വനത്തിൽ പോയിട്ട് തപസ്സിരുന്ന് ആ തപശ്ചര്യയിൽ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും? മുക്തി പ്രാപിച്ച് പോവുമായിരുന്നു. വാനപ്രസ്ഥം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? സന്യാസം. ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് മൂങ്ങയുടെ കൂട്ട് അച്ഛാ ഞാൻ വെളിയിൽ പോയിട്ട് വരാം, അമ്മേ ഞാൻ അവിടെ പോയിട്ട് വരുന്നു, അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മൂങ്ങയുടെ കൂട്ട് നമ്മൾ മൂളിക്കൊണ്ടിരിക്കും. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, പിന്നെ അങ്ങനെ സംസാരാധികം പറ്റുന്നില്ല, ഹെൽത്ത് ശരിയല്ല. അങ്ങനെയൊക്കെ ഒരു സന്യാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്നിനോട് ഈ ലോകത്തിനോടുള്ള ആ ഒരു വല്ലാത്ത ഒരു കെട്ടുകെട്ടൊക്കെ അങ്ങ് വിട്ടിട്ട് ഒരു ഭഗവാനെ മാത്രം. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയല്ലായിരുന്നു. രാമായണം വായിച്ചും ഭാഗവതം വായിച്ചും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. എപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് നമ്മളെ എപ്പോഴാണ് തിരിച്ച് പോകേണ്ടതെന്നുള്ളത്. അത്രയും സമയം വരെയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെയുള്ള ജീവിതം നയിക്കും. അങ്ങനെ ആദ്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ലൈഫ്, വിദ്യാർത്ഥികളുടെ ജീവിതം. 25 വയസ്സ് വരെ പഠിത്തവും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് എന്താ? ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, കഴുതയുടെ കൂട്ടലെയോ ഭാരം ചുമക്കുന്ന എന്തൊക്കെ കഷ്ടങ്ങളാ, എന്തൊക്കെ പാടുകളാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി? വാനപ്രസ്ഥമായി. വാനപ്രസ്ഥത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതലും മുഴുകി. പണ്ടൊക്കെ ഉള്ളവർക്ക് വനത്തിൽ അങ്ങ് പോകുമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ പറ്റില്ല. നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേലേ പറ്റത്തുള്ളൂ എന്നുള്ള. 60 വയസ്സോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രായം ഇപ്പൊ നമുക്കൊരു പ്രായമേ അല്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. 70 വയസ്സൊക്കെ ഓക്കെ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ തന്നെ ഹിന്ദു ആൾക്കാർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ. പിന്നെ വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് സന്യാസാശ്രമം എടുത്തു. ഇവിടെ അതേപോലെ ഭരതൻ എന്ത് ചെയ്തു? ഭരതനാണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചു കുട്ടികളൊക്കെയായി എല്ലാം രാജഭരണം എല്ലാം മകനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വനത്തിലേക്ക് പ്രയാണം ചെയ്തു. അവിടെ ഒരു കൊച്ചുകുടിലൊക്കെ, ഒരു നദിയുടെ തീരത്ത് കൊച്ചുകുടിലൊക്കെ ഉണ്ടാക്കി ഭഗവാനെ മാത്രം സേവിച്ച് ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം മുഴുകി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് സന്ധ്യാസമയമല്ല, രാവിലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദിനചര്യകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടുത്ത് നദിയുണ്ട്. ആ നദിയിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കോരിയിട്ട് ആദിത്യ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് എന്താ കാണുന്നത്? ഒരു മാൻകുഞ്ഞിങ്ങനെ, ഒരു മാന്, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു മാന്. ആ മാനിനെ എന്താ സിംഹം ഓടിച്ചോണ്ട് വന്നിട്ട് ഈ പ്രാണഭീതി കൊണ്ട് ഇത് എന്ത് ചെയ്തു? ആ നദിയിൽ എടുത്ത് ചാടി.
നദിയിൽ എടുത്തു ചാടി അതിന് നീന്തി അക്കരെ പാവാൻ പറ്റിയില്ല എന്നുള്ളതാ. അതെന്ത് ചെയ്തു? പ്രസവിച്ച ചോര കുഞ്ഞ് ആ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഈ മാൻ അങ്ങ് മരിക്കുകയും ചെയ്തു. അന്നേരം ഭരതൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഭരതനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? നേരെ ആ മാനിനെ പോയി എടുത്തു. കുഞ്ഞിനെ എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കുടിലേക്ക് കൊണ്ടുപോയി അതിനോട് ശുശ്രൂഷകളെല്ലാം ചെയ്തു. പിന്നെ സ്വന്തം എന്നുള്ള രീതിയിൽ തന്നെ ആ മാനിനെ വളർത്താൻ തുടങ്ങി. മാനിനെ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും മാനിനെ തോളയിലിട്ടുകൊണ്ട് പോകും. പിന്നെ അതുകൊണ്ട് മാനുമായിട്ടുള്ള വർത്തമാനം, മാനിനെ ശുശ്രൂഷകളും, അങ്ങനെ ജീവിതം എന്തായി? കൺവേർട്ടായി ഭഗവാന്റെ ആ മുക്തിമാർഗത്തിലേക്ക് പോകേണ്ട ആ ഒരു സമയം വരെ ആയി എന്നുള്ളതായിരുന്നു. പക്ഷേ എന്താ പറ്റിയത്? ആ മാനിനോടുള്ള ആഗ്രഹം കൊണ്ട് ഭരതന് ആ മാനിനെ തന്നെ ഓർമ്മ എപ്പോഴും. എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും മാനിനെ തോളത്തിട്ട് മാനിനെ മാത്രം ആലോചിച്ചിട്ട് അങ്ങനെ ഭരതന് അവസാന സമയം വന്നു. പ്രയാണ സമയം വന്നപ്പോൾ എന്ത് ചെയ്തു? മാനിനെ മാത്രം ഓർക്കുന്ന ഭരതനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ സമയമായി എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഈ മാനിനെ വിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആ മാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യരുമായിട്ട് നല്ല അടുപ്പമുള്ളതാ ഏതെങ്കിലും കാട്ടാളം പിടിച്ചുകൊണ്ടു അല്ലെന്നുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ വന്ന് ഇതിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവസാന ശ്വാസം എടുത്തു എന്നുള്ളതാണ്. അവസാന ശ്വാസം എടുത്തത് അതേ പറ്റി ചിന്തിച്ചിട്ടാണ്. മാനിനെ പറ്റി ചിന്തിച്ച് അവസാന ശ്വാസം എടുത്തപ്പം അടുത്ത ജന്മം എന്തായി? മാനായിട്ട് വന്നു. മാനിന്റെ ജന്മം കൊടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർത്തോണം, ഏത് നമ്മൾ ഓർത്തിട്ടാണ് നമ്മുടെ ശ്വാസം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാന ശ്വാസം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിട്ട് പിന്നെ നമുക്ക് പുനർജന്മം കിട്ടുമെന്നുള്ളതാ. ഇവിടെ ജഡഭരതൻ നോക്കൂ, ഇത്രയും വലിയൊരു മഹാചക്രവർത്തിയായിരുന്നു. ആ ചക്രവർത്തി സ്ഥാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാ വന്നത്? മുക്തിപ്രദായകനെ ഭജിക്കാനെ കൊണ്ട് മുക്തിദായകനായിട്ടുള്ള ആ ഭഗവാൻ മുക്തി കൊടുക്കും, മുക്തി എനിക്ക് വേണം എന്നുള്ള രീതി ഭജിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ മാൻ വന്നേന്നുള്ളതാ. ആ മാനിനെ പറ്റി ഓർത്ത് ജീവിതം കഴിഞ്ഞു. അവസാനം അടുത്ത ജന്മം അതിന് മാനായിട്ട് ജനിപ്പിച്ചു. പക്ഷെ ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ഭക്തിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ മാനിനെല്ലാം കഴിഞ്ഞ ജന്മത്തെ ഓർമ്മകളുണ്ടായിരുന്നു. ആ ഓർമ്മകളിലുണ്ടല്ലോ മാൻ എന്ത് ചെയ്തു? വേറുള്ള മാൻകൂട്ടങ്ങളോട് കൂടി കൂട്ടുകൂടാനൊന്നും പോയില്ല. ആശ്രമങ്ങളൊക്കെ ഈ കാട്ടിൽ ഒരുപാടുണ്ടല്ലോ. ആശ്രമ പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നിപ്പോ ആശ്രമത്തിൽ നിന്ന് എന്താ കേൾക്കുന്നത്? എപ്പോഴും ഭഗവാന്റെ നാമങ്ങളല്ലേ കേൾക്കുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ നാമം കേട്ടിട്ട് ആ മാനിന്റെ ജന്മം അവിടെ തീർന്നു. പക്ഷേ ആ മാന് എപ്പോഴും ഭഗവാന്റെ നാമം കേട്ടതുകൊണ്ട് എന്ത് ചെയ്തു? പിന്നെയും അതിന് ജന്മം കൊടുത്തു എന്നുള്ളതാ. ഒരു ബ്രാഹ്മണ കുടുംബത്തില് ആ ഭരതനെ പിന്നെ ജനിപ്പിക്കുന്ന സമയം പക്ഷെ പൂർവജന്മ സ്മൃതി ഉണ്ടായിരുന്നു. ആ സ്മൃതി വെച്ചിട്ട് ഭരതൻ അറിയായിരുന്നു ആ ബ്രാഹ്മണ കുടുംബത്തിൽ വന്നതും എന്തുകൊണ്ടാണ്? എന്റെ ആ ഒരു ശകലം ഒരു പിഴവ് കൊണ്ടാണ് ഞാൻ ഇനി ജനിക്കേണ്ടി വന്നിരിക്കുന്നത്. ജന്മമൃത്യു ജരാവ്യാധി എനിക്ക് പിന്നെ എടുക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ഒരു പിഴവ് പറ്റിപ്പോയി, ഒരു അറ്റാച്ച്മെന്റ് പറ്റിപ്പോയി. ആ അറ്റാച്ച്മെന്റിലാണ് പിന്നെയും എനിക്ക് ജന്മം എടുക്കേണ്ടി വന്നേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? ജഡനായിട്ട് മൂഹനായിട്ട് ബധിരനായിട്ട് ഒരു കുട്ടി, ആ കുട്ടിയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം എനിക്കിനി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോവല്ലേ, ഇനി ഞാൻ ഈ ബ്രാഹ്മണ കുടുംബത്തില് നല്ലതായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാര ചക്രത്തില് ഉഴലേണ്ടി വരും. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ സംസാര ചക്രത്തിൽ ഉഴലാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജഡനായിട്ടും മൂഹനായിട്ടും ബധിരനായിട്ടും ജളനായിട്ടും ഒക്കെ അങ്ങ് അഭിനയിക്കുക ചെയ്യുന്നത്. ഒന്നും കേൾക്കില്ല, ഒന്നും സംസാരിക്കില്ല, എന്തോ ഒരു അടവട്ട് പോലൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിലല്ലേ, അച്ഛൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുവരാനെ കൊണ്ട് പൂണു കല്യാണമൊക്കെ നടത്തി. പക്ഷേ ഈ ഭരതന് ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം കാരണം കാലം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഭരതന്റെ അച്ഛനും അമ്മയും മരിച്ചു. അച്ഛനും അമ്മയും മരിച്ച സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സഹോദരന്മാരാ ഉള്ളത്. അന്നേരം ഇങ്ങനെയുള്ള ഒരു പൊട്ടനെ ആരാ നോക്കുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് ഈ കണ്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിളിയടിക്കാനൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ നെല്ലൊക്കെ ഇടുന്ന സമയത്ത് കിളിയടിക്കാനെ കൊണ്ടും, പിന്നെ നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് എന്താ അവര് ഗോതമ്പിന്റെ ഇങ്ങനെ കാവൽക്കാരനായിട്ട് ജഡഭരതനെ ആക്കുക ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നു, അല്ലെന്നുണ്ടെങ്കിൽ തിന്നില്ല, യാതൊരു കംപ്ലൈന്റും ഇല്ല, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, അഭിനയമാ മൊത്തം. പക്ഷേ
എപ്പോഴും ഉള്ളിൽ ആരുടെ നാമമുള്ളത്? മുകുന്ദന്റെ നാമം മാത്രമാ ഭരതനുള്ളത് എന്നുള്ളതാ. അങ്ങനെ പറഞ്ഞു, നീ പാടത്ത് പോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ പണി ചെയ്യൂ, കാവൽക്കാരനായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അവിടെ പോയി അവിടെ പോയിട്ട് കാവൽക്കാരനായിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോഴത്തേക്ക് യുവാവായി കഴിഞ്ഞു. യുവാവായി നല്ല തടിയും മിടുക്കുള്ള, നല്ല ബ്രാഹ്മണ കുടുംബത്തിലല്ലേ ജനിച്ചിരിക്കുന്നത്, അന്നേരം തടിയും മിടുക്കുമായിട്ടുള്ള നല്ലൊരു യുവാവായിട്ട് മാറി. അവസാനം അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ കാട്ടുമൂപ്പൻ അവർക്കൊക്കെ ഈ കുരുതി കൊടുക്കുമല്ലോ, ഭദ്രകാളിക്ക് കുരുതി കൊടുക്കണം, നല്ല ഒരു യുവാവിനെ വേണം. അതിനു വേണ്ടിയിട്ട് ആ കാട്ടുമൂപ്പന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേടി നടക്കുന്ന സമയത്ത് നല്ല ഒരു ആജാനുഭാഗമായിട്ടുള്ള ഒരു യുവാവ്, അതും ബ്രാഹ്മണൻ തന്നെ. ഓ, ശരി ശരി, ഇവനാണ് നമുക്ക് ഏറ്റവും പറ്റിയത് ആള് എന്ന് പറഞ്ഞിട്ട് അവര് പിടിച്ചോണ്ട് പോവുക വനത്തിലേക്ക് പിടിച്ചോണ്ട് പോയി. അവിടെ ഭയങ്കര കാളിപൂജ നടക്കുക. കാളിപൂജ നടന്ന് അവസാനം അവിടെ കുരുതി നടക്കുന്നത്. ആ കുരുതിയുടെ ആ പീഠത്തിൽ ഇദ്ദേഹത്തെ കിടത്തിയപ്പോഴും യാതൊരുവിധ ചലനവും ഇല്ല എന്നുള്ളതാ. എന്താ ഭഗവാന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഈ ശരീരത്തിലല്ല ജീവിക്കുന്നത്, അദ്ദേഹം ആ പരമാത്മാവിൽ ലയിച്ചിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല എന്നുള്ളതാ. അങ്ങനെ ആ പീഠത്തില് കുളിപ്പിച്ചു, എന്നിട്ട് ചുമന്ന പട്ടൊക്കെ ഉടുപ്പിച്ചു. അങ്ങനെ ആ വളരെ ഇതായിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാള് ഓങ്ങുന്ന സമയത്തുണ്ടല്ലോ, കാളിക്ക് പോലും ഈ ബ്രാഹ്മണനല്ലേ, ബ്രാഹ്മണന്റെ ആ തപശക്തിയുടെ ആ ഒരു ഇതുകൊണ്ട് എന്താ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ അവസാനം ബ്രഹ്മണ്യത്തെ ജീവിക്കുന്നവനാ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണ കുടുംബത്തില് ജനിപ്പിക്കുന്നത് തന്നെ ഭഗവാന്റെ ശ്രീമുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണർ വരുന്നത് എന്നാ പറയുന്നത്. ആ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ജന്മമാണെന്നാ പറയുന്നത്. അവർ മീൻസ് അവരങ്ങനെയുള്ള രീതി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഈ ബ്രാഹ്മണന്റെ ആ തേജസ്സിലുണ്ടല്ലോ, കാളിക്ക് പോലും അവിടെ ചൂട് പിടിച്ചു പോയെന്നുള്ളതാ. എന്നിട്ട് കാളി എന്ത് ചെയ്തു? കാളി നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വെട്ടാൻ പോകുന്ന ആ കാട്ടുമൂപ്പനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാള് പിടിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാട്ടുമൂപ്പനെ ആദ്യം വെട്ടി അവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്തിട്ട് ഭരതനെ നമിക്കുന്നു. കാളി എല്ലാവിധ അനുഗ്രഹങ്ങളും ജഡഭരതന് കൊടുക്കുന്നു. ജഡഭരതൻ എന്ത് ചെയ്തു? ഒന്നും അറിയാത്തതുപോലെ തിരിച്ച് പാടത്ത് വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാടത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കുക. കാവൽക്കാരനല്ലേ, ഇതൊന്നും വീട്ടുകാരും ആരും ഒന്നും അറിയുന്നില്ല. ഇയാളെ അങ്ങ് വിട്ടിരിക്കുക. വല്ലപ്പോഴും എന്തെങ്കിലും കൊടുത്താലായി, കൊടുത്തില്ലേലായി, അങ്ങനെയൊക്കെയുള്ള രീതി. അത് കിട്ടിയാലും ഒരു കംപ്ലൈന്റും ഇല്ല, കിട്ടിയില്ലേലും കംപ്ലൈന്റ് ഇല്ല. അങ്ങനെയുള്ള ആ ഒരു ജീവിതമല്ലേ. പരമാനന്ദത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു, ഇനി എനിക്കൊരു ജന്മം വേണ്ട, ഇനി എനിക്ക് എന്റെ മുകുന്ദന്റെ പദാരബിന്ദങ്ങളാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു ധാരണയിൽ അദ്ദേഹം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ജീവിക്കുമല്ലേ. അതുകൊണ്ട് പിന്നെ എന്ത് വന്നു, പാടത്ത് തന്നെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കാവൽക്കാരനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രഘുഗുണൻ രാജാവാണെന്നുണ്ടെങ്കിൽ അതിലേക്കൂടെ പല്ലക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ തോളിൽ വെച്ചോണ്ടല്ലേ പോകുന്നത്. അന്നേരം അവിടെ വന്ന സമയത്ത് ഇദ്ദേഹം ഈ ജഡഭരതൻ ഇരിക്കുന്നിടത്ത് വന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, ഈ തോളിൽ എന്തെങ്കിലും ഒരാൾക്ക് എന്തോ പ്രശ്നം വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല്ലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അന്നേരം അവർ നോക്കുന്ന സമയത്ത് എന്താ, നല്ല തടിതണ്ടുള്ള ഒരു യുവാവ് അവിടെ ഇരിക്കുന്നു. ഉടനെ രാജഭൃത്തന്മാര് വന്നിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തണ്ട അകറ്റാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നത്തെ തണ്ടാണ് ഏക്കുന്നത്. ആ മുന്നേറ്റത്തെ തണ്ടിൽ ഏക്കുന്ന സമയത്ത് ഈ ജഡഭരതൻ എങ്ങനെയാ താഴെ നോക്കിയിട്ടാ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുമ്പിനെ പോലും നമ്മൾ കൊല്ലാൻ പാടില്ല എന്നുള്ളതാ. ഒരു ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യ പാപമാ വരുന്നത്. അതുകൊണ്ട് ആ ഉറുമ്പ് പോലും ചാവരുതെന്നുള്ള രീതിയിൽ ഇങ്ങനെ താഴെ നോക്കി നടക്കുന്ന സമയത്ത് എങ്ങനെയാ, ചിലപ്പം കുണ്ട് കാണും, ചിലപ്പം കുഴി കാണും. അന്നേരം അങ്ങനെ വെച്ചിട്ടല്ലേ നടക്കുന്നത്. അന്നേരം ഈ രാജാവല്ലേ പല്ലക്കിലിരിക്കുന്നേ, ആ പല്ലക്കിലിരിക്കുന്ന രാജാവിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എങ്ങനെയൊക്കെയാ നടക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ അല്ലേ പല്ലക്ക് പോകുന്നത്. ആ പല്ലക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജാവിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ ബമ്പൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പറ്റുന്നത്, അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എടുത്തടിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും താക്കോട്ടും ഒക്കെ നോക്കി നടന്ന് ഈ രഘുഗുണ രാജാവിന് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഹേ യുവാവേ,
നീയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ പല്ലക്കിൽ ആല ഇരിക്കുന്നതെന്ന് നിനക്കറിയാമോ, നീ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ. പിന്നെ അത് തന്നെയാ ചെയ്യുന്നത്. രാജാവിന് ദേഷ്യം വന്നു, പല്ലക്ക് വെക്കുന്ന ആൾക്കാരോട് പറഞ്ഞു അവിടെ നിർത്തൂ എന്ന് പറഞ്ഞു. നിർത്തിയിട്ട് ഈ ജഡഭരതനോടാണെന്നുണ്ടെങ്കിൽ കയർക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. അന്നേരം ജഡഭരതൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. കുറേ മഹാരാജ് കുറെ പറയുന്നു, ഇദ്ദേഹം എവിടേക്കാ പോകുന്നത്, തന്റെ ഗുരുവായിട്ടുള്ള കപിലമുനിയെ കാണാൻ വേണ്ടിയിട്ടാ പോകുന്നത്. അതിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജഡഭരതനാണെന്നുണ്ടെങ്കിൽ അവസാനം പറഞ്ഞു, ഹേ രാജാവേ, അങ്ങ് എന്താ വിചാരിക്കുന്നത്, അങ്ങയുടെ ഉള്ളിലിരിക്കുന്നതോ എന്റെ ഉള്ളിലിരിക്കുന്നതോ ഒരേ ഭഗവാന്. അന്നേരം നിങ്ങളും ഞാനുമായിട്ട് യാതൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ തത്വങ്ങൾ അങ്ങ് ജഡഭരതൻ അങ്ങ് പറയുന്നു. എന്താ പണ്ടുള്ള രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എവിടെ ന്യായമുണ്ടോ എവിടെ സത്യമുണ്ടോ അവരവിടെ കുമ്പിടുക. നേരെ സാഷ്ടാംഗ നമസ്കാരം വീണൊരു മഹാരാജ്. എന്നിട്ട് ജഡഭരതനെ അവസാനം പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായി ഇദ്ദേഹം സാധാരണക്കാരനല്ല. പിന്നെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ കവി പിന്നെ ഉപദേശമാക്കി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ രീതിയിലും മുക്തി നേടുന്ന ഒരു കഥയാണ് ജഡഭരതന്റെ കഥ. ആ കഥ കേൾക്കുന്നത് തന്നെ ഒരു മഹാപുണ്യമാണെന്നുള്ളത്. എന്താ ഇതിൽ നിന്ന് നമുക്കൊരു ലെസണാണ്. ആ ലെസൺ എന്താണ്, പാഠമാണ്. ആ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓർത്തോണം നമ്മള് എന്തിനോടാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. ആ അറ്റാച്ച്മെന്റ് നമ്മുടെ അവസാന സമയത്ത് ഇപ്പൊ എല്ലാരും പറയുന്നത് എനിക്ക് കൊച്ചുമക്കളെ കാണണം അല്ലെങ്കിൽ മക്കളെ കാണണം, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെയും നമുക്ക് ജന്മമൃത്യു ജരാവ്യാധി പിന്നെയും നമുക്ക് ജന്മങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ? കലികാലത്തിന്റെ ഒരു സമയമാണ് ഇപ്പം തന്നെ. ഭഗവാനെ ഒന്ന് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ജീവിക്കാൻ പറ്റാത്തത്, ഏത് രീതിയിലായാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മളെ ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞാലും പേപ്പർ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ എന്തൊക്കെ നടക്കുന്നത്, നമ്മുടെ ചെവി പൊത്തി നിന്ന് പോകേണ്ട ഒരു സ്ഥിതികേടാ വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഈ കലികാലത്തിന്റെ അവസാന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാനില്ല എന്നുള്ളത്. അത്രയ്ക്കും വരൾച്ച ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ അതിവർഷം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഭാഗവതത്തിൽ ഓരോ സെന്റൻസും ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, ഭഗവാൻ സ്വയമാണെന്നുള്ളതാ. അല്ലെ, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഒന്നും അസത്യമാവില്ല. വ്യാസനും ഭഗവാനും പറഞ്ഞിരിക്കുന്ന ഒന്നും ആവത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഓരോ ചുവടുകളും എന്താ ചെയ്യേണ്ടത്, അത് തലയ്ക്കെ കൊണ്ടുവച്ച് വളം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഏതിനായി കഴിഞ്ഞാലും ആ സമയം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാചകമാണ്. ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ ചിന്തിച്ചു വെച്ചാൽ എങ്ങനെയോ റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പരമാനന്ദ സുഖം എന്നിട്ട് രണ്ട് കൈയും കൂപ്പി എപ്പോഴും ഭഗവാനെ വിളിക്കാമെന്നുള്ളത്. അപ്പോഴത്തേക്ക് കാലുമുട്ട് വീഴുക, കൈമുട്ട് വീഴുക, അല്ലെന്നുണ്ടെങ്കിൽ അസുഖങ്ങളായി അങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മളിൽ വരുമെന്നുള്ളതാണ്. പക്ഷെ അതെന്നെ എന്താ വരേണ്ടത്, ചെറുപ്പത്തിൽ തന്നെ ഉണ്ടല്ലോ മുട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുന്നത് അല്ലെ. എന്ന് പറയുന്നത് പോലെ ആ ശീലം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളതാ. ഇങ്ങനെയുള്ള ആ ഒരു ശീലം, ആ ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ, അവസാന സമയത്ത് ഉണ്ടല്ലോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും ആ ഭഗവത് നാമം നമ്മളിൽ വരുമെന്നുള്ളതാ. അജാമിളന് ഒരു നാരായണ എന്നുള്ള ഒരു നാമത്തിലാണ് അജാമിളന് വൈകുണ്ഠപ്രാപ്തി ഉണ്ടായത്. അജാമിളന് ആ ഒരു ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ നാരായണ എന്ന് വിളിച്ചത് അയാളുടെ മകനെയായിരുന്നു. മകനെ എപ്പോഴും നാരായണ 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 എന്ന് പറഞ്ഞിരിക്കും. അതുമല്ല നല്ല സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണന്റെ എല്ലാ കൃത്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ ഇടയ്ക്കൊരു വീഴ്ച വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴ്ച വന്നാൽ പോലും ഉണ്ടല്ലോ ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഉണ്ടല്ലോ കതിരിക്കൊണ്ടൊന്നും വളം വെക്കാതെ ആദ്യമേ തന്നെ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ശരിയാണ്, സത്സംഗങ്ങളിലൊക്കെ പോകണം. പിന്നെ അതേപോലെ ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം. പിന്നെ അതേപോലെ ഇതേപോലെ എവിടെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെങ്കിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, വഞ്ചി എങ്ങോട്ടെങ്കിലും പോവും, പക്ഷെ കരയ്ക്ക് എത്തേണ്ടടത്തോട്ട് എത്തില്ല. അതുകൊണ്ട് ഒരു ഗുരുവിൽ നിന്നിട്ടുള്ള നിർദ്ദേശത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ എല്ലാ തരത്തിലും, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഭാരമെല്ലാം ഗുരുവായിട്ട് എടുക്കുന്നതെന്നുള്ളതാ. ആ ഗുരു നമ്മുടെ എല്ലാ പാവങ്ങളും
എത്ര ജന്മത്തെ പാവങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ പാപത്തിനെ എല്ലാം ഗുരുവാണ് ഏറ്റെടുക്കുന്നത്. ദൈവമേ, ഗുരുക്കന്മാർക്കൊക്കെ പിന്നെ ഈ നമ്മുടെ പാവങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പാപികളായിട്ടുള്ള ഈ അവരുടെ എല്ലാ പാവങ്ങളും അവർ ഏറ്റെടുത്ത് എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നതെന്ന് അറിയാമോ? എത്രയോ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെ, മഹാരാജന്മാര്, സന്യാസിമാര്, പക്ഷെ അവരെ ഗുരുവായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ പാവങ്ങളല്ലേ അവരെ ഏറ്റെടുക്കുന്നത്, അത് അനുഭവിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരുപാട് അസുഖങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉള്ള ഗുരുക്കന്മാരുണ്ടെന്നുള്ളത് നമ്മുടെ പാവങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപഭാരത്തെ അവർ ചുമക്കുന്നു. അന്നേരം അത്രയ്ക്കും ഉദാര മനസ്കരായിട്ടുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഗുരുക്കന്മാർക്ക് നമ്മൾ ഭാരമാവരുത്. ദീക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യാതൊരുവിധ പാവങ്ങളും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് 1% അതിന്റെ പാവം കിട്ടത്തുള്ളൂ. പക്ഷെ ദീക്ഷ കിട്ടിയതിന് ശേഷം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാവം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിന്റെ ആ ഫലം എങ്ങനെയാ നമ്മൾ ഈ വരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ ഈ വിചാരിക്കുന്നു ദീക്ഷ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുമൊരു ഈസി ആയിട്ടുള്ള കാര്യമാണെന്നല്ല. നമ്മുടെ ജീവിതം തന്നെ ആകെ മാറിമറിക്കും എന്നുള്ളതാ. ആ ദീക്ഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഗുരു നമ്മുടെ പാവങ്ങളെ എല്ലാം എടുത്തിട്ട് നമുക്കൊരു പുതിയൊരു ജന്മമാണ് നമുക്ക് തരുന്നത്. ആ പുതിയ ജന്മത്തിലുണ്ടല്ലോ നമ്മള് പരമാനന്ദ സുഖത്തിൽ അതേപോലെ ജീവിക്കുന്നവര് കേട്ടോ. അമൃത് കുടിച്ചിട്ട് എങ്ങനെയാ നമ്മൾ ആൾക്കാര് സന്തോഷത്തിൽ ഇരിക്കുന്നത്, അതേപോലെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എങ്ങനെയാ ഒരു ജഡഭരതനാവണ്ട. നമുക്ക് എങ്ങനെയാ നമ്മള് അറ്റാച്ച്മെന്റ് ഒന്നിനോടും നമുക്ക് വേണ്ട. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. എല്ലാം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അത് ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? അവർക്കും നമ്മൾ മുഖാന്തരം എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിന്റെ ഒരു ഭാഗവാതര നമ്മളെന്നുള്ളതെങ്കിൽ അതിന്റെ ഒരു പാവം കൂടി നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് ഭഗവാനെ വിളിച്ച് ജീവിച്ച പോലും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നമ്മളെ കൈവെള്ളെ കൊണ്ടു നടക്കും എന്നുള്ളത്. നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മള് ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപാദത്തില് നമ്മുടെ എല്ലാവിധ കംപ്ലൈൻസും എല്ലാവിധ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നമ്മൾക്കുണ്ടോ അതെല്ലാം ഭഗവാന്റെ തൃപാദത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം നമുക്ക് തുടങ്ങാം. ഋഷഭയോഗീശ്വര ചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതും ഭഗവാൻ ഋഷഭൻ സ്വയം ഭഗവാനാണ്. അതുകൊണ്ട് നമുക്കത് വായിച്ചു തുടങ്ങാം. പ്രിയവൃതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാദുദിതോഹിതാഭി താം ദൃഷ്ടവാനിഷ്ഠിതമിഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ. പ്രിയവൃതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാദുദിതോഹിതാഭി താം ദൃഷ്ടവാനിഷ്ഠിതമിഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ. പ്രിയവൃതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാദിദിതോഹി നാഭി രാജാദ ഉദിതോഹി നാഭി താം ദൃഷ്ടവാനിഷ്ഠിതമിഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ. പ്രിയവൃതസ്യ പ്രിയപുത്ര ഭൂതാത് ആഗ്നീന്ദ്രരാജാത് ഉദിതോഹി നാഭി താം ദൃഷ്ടവാനിഷ്ഠിതം ഇഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞ കർമ്മ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാദുദിതോഹിനാഭിഃ താം ദൃഷ്ടവാനിഷ്ടമിതിഷ്ടമധ്യേ തഥൈവ തുഷ്ട്യാ കൃതയജ്ഞകർമ്മ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വായിച്ചോളൂ അടുത്താണ്. ഹരേ കൃഷ്ണ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാ അഗ്നിദ്രരാജാദി ഉദിതോഹിനാഭി ത്വം ദൃഷ്ടവാനിഷ്ട ഇദമിഷ്ടമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ഹരേ കൃഷ്ണ മാതാജി. വെരി ഗുഡ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയവൃതസ്യ പ്രിയപുത്രഭൂതാദഗ്നീന്ദ്രരാജാദുദിതോഹിനാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടി മധ്യേ തവൈവ തുഷ്ടൈ കൃതയജ്ഞകർമ്മ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരു പ്രവചനം വായിക്കൂ.
പ്രവീമാരില്ലേ? ഹരേ കൃഷ്ണ. വായിക്കൂ. വായിക്കേ. ഹരിബോൾ വായിച്ചോ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീന്ദ്രരാജാത് ഉദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ. വെരി ഗുഡ്. ഹരിബോൾ. പ്രിയവ്രതസ്യ പ്രിയപുത്രാത് ആഗ്നീന്ദ്ര രാജ. പ്രിയവ്രതന്റെ പ്രിയപുത്രനായിട്ടുള്ള ആഗ്നീന്ദ്ര രാജാവ് ഉദിതോഹി നാഭി. ആ ആഗ്നീന്ദ്ര രാജാവിന്റെ മകനാണ് നാഭി. മനസ്സിലായോ? പ്രിയവ്രതന്റെ പുത്രനാണ് ആഗ്നീന്ദ്ര രാജാവ്. എന്നിട്ട് ആഗ്നീന്ദ്ര രാജാവിന്റെ രാജാത് ഉദിതോഹി നാഭി. നാഭി ആഗ്നീന്ദ്ര രാജാവിന്റെ മകനാണ്. താം ദൃഷ്ടവാനിഷ്ഠിതം ഇഷ്ടിമധ്യേ താം ദൃഷ്ടവാനിഷ്ഠിതം ഇഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞ കർമ്മ. എന്നിട്ട് അങ്ങേ എന്ന് പറഞ്ഞ ആരാണ്? ഗുരുവായൂരപ്പ, ശ്രീ ഭഗവാന്, കൃഷ്ണ ഭഗവാന്. എന്നിട്ട് നിന്തിരുവടിയെ എന്താ കൃതയജ്ഞ യജ്ഞ കർമ്മ. അങ്ങയെ പ്രിയപ്പെടുത്താൻ വേണ്ടിയിട്ട് താമ്പുഷ്ടവാനിഷ്ഠിതം ഇഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞ കർമ്മ. അങ്ങയെ പ്രീതിപ്പെടുത്താനായിട്ട് നാഭി എന്ത് ചെയ്തു? ഒരു യജ്ഞം നടത്തുന്നു. മനസ്സിലായി പറഞ്ഞേ? പ്രിയവ്രതന്റെ പ്രിയപുത്രനാണ് ആഗ്നീന്ദ്രന്. ആഗ്നീന്ദ്രന്റെ മകനാണ് നാഭി. നാഭി എന്താ ചെയ്തത്? ആരാ? സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അവരൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാനെ പുഷ്ടിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ, ഭഗവാന് വേണ്ടിയിട്ടാണ് അവരെന്ത് കാര്യങ്ങളും ചെയ്യുന്നതിനുള്ളത്. അങ്ങനെ നാഭി എന്ത് ചെയ്തു? ഒരു യജ്ഞം നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? താം ദൃഷ്ടവാനിഷ്ഠിതം ഇഷ്ടിമധ്യ. ആ യജ്ഞത്തിന്റെ മധ്യത്തിൽ ആര് വന്നു? അവിഷ്ടം നൽകുന്ന ഭഗവാന് നിന്തിരുവടി വന്നു. തവൈവ തുഷ്ടേ കൃതയജ്ഞ കർമ്മ. ആ യജ്ഞത്തിന്റെ മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് എന്ത് വന്നു? ഭഗവാൻ സ്വയം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആരാ യജ്ഞം നടത്തുന്നത്? നാഭി. പ്രിയവ്രതന്റെ പുത്രനാണ് ആഗ്നീന്ദ്രൻ. ആഗ്നീന്ദ്രന്റെ പുത്രനാണ് നാഭി. നാഭിയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ സംതൃപ്തനാവാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു യജ്ഞം നടത്തുന്നു. ആ യജ്ഞത്തില് എന്താ? അത് മധ്യത്തില് ആര് വന്നു? സ്വയം ഭഗവാൻ അവിടെ ദർശനം കൊടുക്കുന്നു. അഭിഷ്ഠിത തത്ര മുനീശ്വരസ്ത രാജ്ഞാ സ്വതുല്യ സുതമർത്യമാന സ്വയം ദിനിഷേഖമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ഠിത തത്ര മുനീശ്വരസ്ത രാജ്ഞാ സ്വതുല്യ സുതമർത്യമാന സ്വയം ദിനിഷേഖമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ഠിത തത്ര മുനീശ്വരസ്ത രാജ്ഞാ സ്വതുല്യ സുതമർത്തമാന സ്വയം ജനിഷേഖമുദി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭീഷ്ടത തത്ര മുനീശ്വരസ്തം രാജ്ഞാ സ്വതുല്യ സുതമർത്യമാന സ്വയം ജനിഷേഖമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭീഷ്ഠിത തത്ര മുനീശ്വരസ്തം രാജ്ഞാ സ്വതുല്യ സുതമർത്യമാന സ്വയം ജനിഷേഖമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോ. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവ. അഭീഷ്ടുതസ്തസ്ത്ര മുനീശ്വരസ്തം രാജ്ഞസ്വതുല്യം സുതമർഥ്യമാന സ്വയം ജനീഷ്യഹമിതി ബ്രുവാണ സ്ഥിതിരോധധാ ബർഹിഷി വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. അഭിഷ്ടു തസ്തസ്ത്ര മുനീശ്വരസ്തം രാജസ്വതുല്യം സുതമർത്യമാനഃ സ്വയം ജനീഷ്യാമഹമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. വായിച്ചോ. ഹരേ കൃഷ്ണ. അഭീഷുതസ്ത മുനീശ്വരസ്തം രാജസ്വതുല്യം സുതമർത്യമാന സ്വയം ജനേഷ്യാഹിനിധി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഒരു പ്രഭുജോട് വായിക്കൂ. ഹരേ കൃഷ്ണ.
അഭീഷ്ടസത്രം മുനീശ്വരൈസ്ത്വം രാജ്ഞാ സ്വതുല്യം സുതമർത്യമാനാം സ്വയം ജനിഷേഹമിതി ബ്രുവാണ സ്ഥിരോദത ബഹർഷി വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, ഹരേ കൃഷ്ണ, വെരി ഗുഡ്. അതിന് അഭീഷ്ടത തത്ര മുനീശ്വരസ്ഥ രാജാ സ്വതുല്ല സുതമർത്യമാന. അഭീഷ്ടമരുളുന്ന ആ ഭഗവാൻ സ്വയം അവിടെ വന്നിരിക്കുന്നു. അന്നേരം എന്താ, നാഭി മഹാരാജാവല്ല അവര് ചോദിക്കുന്നത്, മുനീശ്വരസ്ഥ, അവർ കൂടിയിരുന്ന മുനിമാരാണ്. മുനിശ്രേഷ്ഠന്മാരാല് ഭഗവാനെ എന്ത് ചെയ്യുന്നു? ആ സ്വയം സുതമർത്യമാന മുനീശ്വര, അവിടെ അഭീഷ്ടതത്ര മുനീശ്വരസ്ഥ, അവിടെ കൂടിയിരുന്ന മുനിശ്രേഷ്ഠന്മാരെല്ലാവരും കൂടെ രാജാവിന് വേണ്ടിയിട്ട് സുതുല്യം സ്വതമർത്ഥമാന ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നു. കുട്ടി വേണം, നാഭി രാജാവിന് ഒരു സ്വപുത്രൻ ഉണ്ടാവണം. അങ്ങേപ്പോലെ ഒരു സുപുത്രൻ ഉണ്ടാവണമെന്ന് അവിടെ കൂടിയിരുന്ന മുനിശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു. ആദ്യം ചെന്നിട്ട് അങ്ങ് ഡയറക്റ്റ് ചോദിക്കല്ല, ഭഗവാനെ എനിക്കത് വേണം, എനിക്കിത് വേണമെന്ന്. ആദ്യം ഭഗവാൻ അവിടെ ദർശനം കൊടുത്തു എന്ന സമയത്ത് എന്ത് ചെയ്തു? അവിടെ കൂടിയിരുന്നവരെല്ലാരും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി എന്നുള്ളത്. ആദ്യം സ്തുതി ചെയ്യണം. ആ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ആ തൃപ്പാദങ്ങളിൽ നമ്മുടെ ബാഷ്പാഞ്ജലി അർപ്പിക്കണം എന്നുള്ളതാ. നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ നാമസ്വരൂപമാകുന്ന ആ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഭഗവാന്റെ ആ സ്തുതികൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനകത്ത് മുഴുകിപ്പോകും എന്നുള്ളതാ. കണ്ടില്ലേ, പ്രഹ്ലാദ സ്തുതി, ധ്രുവസ്തുതി, അങ്ങനെ നാരദ സ്തുതി, അങ്ങനെ കുന്തി സ്തുതി, എത്രയെത്ര സ്തുതികളാ നമുക്ക് ഭാഗവത വേണ്ട. ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആന പോലും ആണെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കുന്നു. ആ സ്തുതി ഗജേന്ദ്ര സ്തുതി. ആ സ്തുതികളിൽ ഭഗവാനാണെന്നുണ്ടെങ്കിൽ പ്രീതനാകും എന്നുള്ളത്. ഇവിടെ അതേപോലെ തന്നെ ഭഗവാന്റെ ദർശനം കിട്ടിയ സമയത്ത് മുനിശ്രേഷ്ഠന്മാരാ സ്തുതിക്കപ്പെട്ടു. എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിക്കുന്നു. സ്തുതിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? സ്വയം ജനിഷേകമിതേ ബ്രുവാണ്, അങ്ങേപോലൊരു കുട്ടിയെ ഞങ്ങളുടെ രാജാവിന് കൊടുക്കണം എന്ന് പറയുന്നു. സ്ഥിരോദത ബർഹിഷി വിശ്വമൂർത്തേ. അന്നേരം പറയുന്നു, ഭഗവാൻ പറയുന്നു, എന്നെ പോലെ ഒരു കുട്ടി കിട്ടാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ സ്വയം നിങ്ങൾക്ക് അവതരിച്ചോളാം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെയാ ഓരോരുത്തരും ഇതേപോലെ പറയുന്നുണ്ട്. വാമനമൂർത്തി അങ്ങനെ തന്നെയല്ലേ അവതരിച്ചത്? എനിക്ക് അങ്ങേപ്പോലൊരു കുഞ്ഞു വേണം, അങ്ങേപ്പോലൊരു കുഞ്ഞു വേണം, അങ്ങേപ്പോലൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം, എന്നെപ്പോലും വേറെ ആരുമില്ല ഈ ലോകത്ത്. ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരാള് ഭഗവാനുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സ്വയം അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആനന്ദുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മറയുന്നു. നാവിപ്രിയായ മദമേരുദേവ്യ ത്വമംശദോ പൂർഷഭാവിധാന അലോക സാമാനുഗുണ പ്രഭാവിദാശേഷമയന പ്രമോദ. നാഭിപ്രിയായ മേരുദേവ്യ ത്വമംശദോ പൂർഷഭാവിധാന അലോക സാമാനുഗുണ പ്രഭാവിദാശേഷജന പ്രമോദ. നാവിപ്രിയായ മനമേരുദേവ്യ ത്വമംശദോ പൂർഷഭാവിധാന അലോക സാമാനുഗുണ പ്രഭാവിദ അശേഷജന പ്രമോദ. നാവിപ്രിയായ മനമേരുദേവ്യ ത്വമംശദോ പൂർഷഭാവിധാന അലോക സാമാനുഗുണ പ്രഭാവിദ അശേഷജന പ്രമോദ. നാഭിപ്രിയായ മേരുദേവ്യ, നാഭിയുടെ പ്രിയായിട്ടുള്ള മേരുദേവിയില് എന്തിരുന്നു? വായിച്ചോളൂ, നിങ്ങൾ വായിക്കൂ. ഹരേ കൃഷ്ണ. നാഭിപ്രിയായ മദമേരുദേവ്യാം ത്വമംശദോ അഭൂദൃഷഭാവിധാനഃ അലോക സാമാന്യ ഗുണ പ്രഭാവിദാശേഷജന പ്രമോദഃ. അവിടെ ത്വം അംശദോ, അങ്ങയുടെ അംശത്തിൽ നിന്നിട്ട് എന്നാ അതിന്റെ അർത്ഥം. ത്വം അംശദോ പൂർഷഭാവിധാന. അടുത്ത ആൾ വായിക്കൂ. വെരി ഗുഡ്. ഹരേ അടുത്ത ആൾ കൃഷ്ണ. വായിക്കൂ. ഭഗവതേ വാസുദേവായ. നാഭിപ്രിയായ മധമേരുദേവ്യാം ത്വമംശദോ പൂര്യഷഭാവിധാനഃ അലോക സാമാന്യ ഗുണ പ്രഭാവിദ അശേഷജന പ്രമോദാഃ.
ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ, അടുത്ത ആള് വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. ആ. നന്ദിപ്രിയായ മദമേരുദേവ്യാ ത്വം വംശദോ ഭൂര ഋഷഭാഭിധാന ആലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതോ അശേഷ ജനപ്രമോദ. ഹരേ കൃഷ്ണ മാതാജി. അവിടെ ആലോക അല്ല, അലോക സാമാന്യ. നമ്മൾ ഒന്ന് നീട്ടി പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മീനിങ് അങ്ങ് വേറെ പോട്ടോ. അതുകൊണ്ട് ഈ നാരായണീയത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, എവിടെയാ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം മതി കേട്ടോ. ഇനി ഒരു പ്രവചിയോട് വായിക്കൂ. സോറി, ഓർക്കാതെ പോയതാണ്. വായിക്ക് പ്രഭുജി. ഹരേ കൃഷ്ണ. നാഭിപ്രിയാമത മേരുദേവ്യാം ത്വമംശതോ ഭൂരിഷഭാവിധാന അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത ശേഷ ജനപ്രമോദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വമ അംശതോ ഭൂത്, ഒരുമിച്ച് അങ്ങ് എടുക്കണേ. ആ ഭൂത്, ത്വമ അംശതോ അഭൂത് സ്വഭാവിധാന. ഇനി വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളോടൊന്ന് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. നാഭിപ്രിയായ മദമേരുദേവ്യാം ത്വം അംശദോ ഭൂത് കൃഷഭാവിധാനഃ അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത ശേഷ ജനപ്രമോദഃ. ഹരേ കൃഷ്ണ. ഹരി ബോ. ഹരേ കൃഷ്ണ. നാവിപ്രിയായ മത മേരുദേവ്യ. നാവി എന്ന് പറഞ്ഞ രാജാവിന്റെ പ്രിയയുടെ പേരെന്താ? മേരുദേവ്യ, മേരു. എന്നിട്ട് ഭാര്യ. ത്വമംശദോ ഭൂ ഋഷഭാവിധാന, അങ്ങയുടെ അംശമായിട്ടുള്ള ഋഷഭാൻ എന്ന ഒരു കുട്ടി അവിടെ ഉണ്ടാകുന്നു. നാവിക്കും മേരുക്കും മേരുദേവിക്കും കൂടി ഉള്ള അങ്ങയുടെ അംശമായിട്ടുള്ള ഋഷഭൻ അവിടെ ജനിക്കുന്നു. പക്ഷെ ആ ഋഷഭൻ എങ്ങനെയുള്ളതാണ്? അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത അശേഷ ജനപ്രമോദ. സാമാന്യ ഭഗവാൻ സ്വയമല്ലേ, പിന്നെ ആ ഗുണപ്രഭാവം കാണാതിരിക്കുവോ? ഏറ്റവും സൽഗുണം സമ്പന്നനായിട്ട് ആ കുട്ടി വരുന്നു. എന്നിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആ രാജകുമാരനായിട്ട് ഋഷഭന് വളരുന്നു അവിടെ. ത്വയി ത്രിലോകി പൃഥ്വിരാജഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതകിലാനന്ദ പദം പദം ദേ. ത്വയി ത്രിലോകി പൃഥ്വിരാജഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതകിലാനന്ദ പദം പദം തേ. ത്വയി ത്രിലോകി പൃഥ്വിരാജഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവത് നിഷേവി ഗതകിലാനന്ദ പദം പദം തേ. ത്വയി ത്രിലോകി പൃഥി രാജ്യഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവത് നിഷേവി ഗതകിലാനന്ദ പദം പദം തേ. വായിക്കാമോ? ഹരേ കൃഷ്ണ. ത്വയി ത്രിലോകി ഹൃതി രാജ്യഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവനിഷേവി ഗതകിലാനന്ദ പദം പദം തേ. ഹരേ കൃഷ്ണ. ഹരി ബോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ത്വയി ത്രിലോകേ പൃഥ്വി രാജ്യഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതകിലാനന്ദ പദം പദം തേ. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വയി ത്രിലോകി പൃഥ്വി രാജ്യഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതകിലാനന്ദ പദം പദം തേ. ഒരു പ്രവചിയോട് വായിച്ചവരെന്നെ വായിച്ച കുഴപ്പമില്ല. പ്രവചിമാരില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പ്രവചിമാർക്കൊന്നും പഠിക്കണ്ട കേട്ടോ, എല്ലാരും വലിയ മഹാരാജാക്കന്മാരാ. എല്ലാരും ഇരുന്നോളൂ. വായിക്കൂ. ഹരേ കൃഷ്ണ. ത്വയി ത്രിലോകി പൃഥ്വി രാജഭാരം നിദായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതകിലാനന്ദ പദം പദം തേ. ഹരേ കൃഷ്ണ. ഹരി ബോ. ഹരേ കൃഷ്ണ. ദാണ്ടൊക്കെ എത്ര രാജാക്കന്മാരാന്ന് നോക്ക് പോലും രാജ്യഭാരം എല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് അവര് പോന്നേ. നിങ്ങൾക്കൊക്കെ എന്നുണ്ടെങ്കിൽ കാലം നീട്ടി കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കുന്ന സമയമെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ?
നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്ന് ഉപ്പിട്ട് നിങ്ങളെ വെച്ചോണ്ടിരിക്കുന്നതാണ് വിചാരിക്കുന്നത്? ആരും ഇരിക്കത്തില്ല. സമയമാകുമ്പോ എല്ലാവർക്കും പോകേണ്ടതാ. ആ സമയത്തിന് മുമ്പിട്ട് ആരും പോകത്തില്ല. അങ്ങനെ സൂയിസൈഡ് ചെയ്താൽ തന്നെ ഉണ്ടല്ലോ, ഈ ലോകത്ത് കിടന്ന് അവരിങ്ങനെ കറങ്ങത്തേ ഉള്ളൂ. അവരുടെ സമയമാകുമ്പോഴേ അവരെ പ്രതിലോകത്തിൽ എടുക്കും. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. എന്താ പറയുന്നത്, പകല് പോലെ സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ ഞാനെന്നുള്ള ഒരു ഭാവമൊക്കെ അങ്ങോട്ട് കളഞ്ഞ് എനിക്ക് എന്തുവാ, എനിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ അമ്പലത്തിലൊന്നും തൊഴുത് കഴിഞ്ഞാൽ എല്ലാം ആയെന്നുള്ള വിചാരമൊക്കെ കളയുന്നേ. മനസ്സിലാക്കണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്തുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും ഇല്ലായിരുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ യൂട്യൂബിൽ എത്രയോ ആചാര്യന്മാരുടെ ക്ലാസ്സുകളോ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കേൾക്കിന് നിങ്ങള്. എന്നിട്ട് മനസ്സിലാക്കേ. ഈ പണ്ട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ പറയുന്നത്. പണ്ട് പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മ ആരെയാണ് അച്ഛന് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ അച്ഛനെ വിളിക്കുന്നത്. നമ്മൾ അവിടെ ഒരു തിരുത്തിന് പോകാറുണ്ടോ? ഇല്ലല്ലോ. ഇത് എന്റെ അച്ഛനല്ല, ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ DNA ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അയാളെ അച്ഛനെ വിളിക്കുന്നു, അങ്ങനെ പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണോ അവരെ നമ്മൾ അച്ഛനെ വിളിക്കുന്നു എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെയാ ശാസ്ത്രം പ്രമാണമാണ്. ആ ശാസ്ത്ര പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. പോയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ ജനിച്ചു ആര് പറയുന്നു? അട്ടയാട്ടോ, പൂച്ചയാട്ടോ, പുഴുവാട്ടോ, പട്ടിയാട്ടോ, പിന്നെ പിന്നെ അതെന്നുണ്ടെങ്കിൽ ഈ എന്താ പാമ്പായിട്ടോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എനിക്ക് ജനിക്കിന് ആര് പറയുന്നു? പറയണ്ടാണ്. പക്ഷെ എല്ലാവരും നിങ്ങൾക്ക് നല്ലൊരു സൽഗതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അന്നേരം ഞാനെന്ന ഒരു ഭാവം, ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒന്നുമില്ല. എല്ലാം ഈ 6 അടി മണ്ണിൽ പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പഞ്ചഭൂതങ്ങളാ നിർമ്മിച്ച ശരീരം പഞ്ചഭൂതത്തിൽ തന്നെ തിരിച്ചു പോകുന്നു. ഓർത്തോളിന് നിങ്ങളതെ. അതുകൊണ്ട് ആരും വിചാരിക്കണ്ട ഞാനങ്ങ് എന്താ എപ്പോഴും ഞാൻ ജീവിച്ച് തന്നെ ഇരിക്കും എന്നുള്ള ആ വിചാരം കളഞ്ഞേക്കുന്നു. ഈ ത്രിലോക, ഈ പ്രതിഭ രാജ്യഭാര, ഈ രാജ്യഭാരത്തിന്റെ ത്രിലോകമാണ് അവരുടെ രാജ്യം. മനസ്സിലായി പറഞ്ഞു. ഈ 3 ലോകങ്ങളെയും ചക്രവർത്തിമാരായി ഇവരൊക്കെ എന്നുള്ളതാ. എന്നിട്ട് ഇന്നൊക്കെ നിതായ നാവ്യ സഹ മേരുദേവ്യാം. നാവ്യയുടെ ഭാര്യയല്ലായിരുന്നു മേരുദേവി. മേരുദേവിക്ക് ഉണ്ടായതാണ് ഋഷഭന്. ഋഷഭൻ വലുതായ സമയത്ത് എന്താ സകല ഗുണങ്ങളും സത്സ്വഭാവത്തിന്റെ ഉറവിടമാണ്. അതുകൊണ്ട് എന്താ ജനങ്ങൾക്കെല്ലാം വലിയ പ്രിയമായിരുന്നു. സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കുട്ടിയെ നാഭിയെ മഹാരാജാവായി വാഴിച്ചിട്ട് എന്ത് ചെയ്തു? നാഭിയല്ല, ഋഷഭനെ രാജാവായിട്ട് വാഴിച്ചിട്ട് നാഭി മേരുദേവിയും കൂടി വനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാ. എന്തിനു വേണ്ടി? കിലാനന്ദ പരം തേ, സർവോത്കൃഷ്ടമായിട്ടുള്ള ആ ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പാദം പതിച്ചാൽ മാത്രമേ ആനന്ദം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? മേരുദേവി നാഭിയും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തപോവനത്തിൽ പോകുന്നു. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളെ, അമ്മമാരെയാണെന്നുണ്ടെങ്കിൽ മകന്റെ പിന്നെ മകന്റെ സംരക്ഷണത്തിൽ വിട്ടിട്ടാ പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രണ്ടുപേരും കൂടി ഒരുമിച്ച് തപോവനത്തില് പോകുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ തപസ്സിരുന്ന് അവര് മുക്തി നേടി പോവാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പോകുന്നു. നമ്മൾ നോക്ക് എത്ര ഓരോ കഥകളിൽ, ഇതൊന്നും കഥകളല്ല, യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഈ ഓരോ കഥകളിലും എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഏജ് കഴിയുമ്പോഴെന്താ എല്ലാ രാജ്യഭാരവും എല്ലാ കാര്യങ്ങളും മക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അഭയം തേടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതേ ധൃതരാഷ്ട്രൻ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ചെയ്യാഞ്ഞത്. പക്ഷെ വിദുരര് വന്നിട്ട്, ധൃതരാഷ്ട്രരാര ആ ദുര്യോധനന്റെ അച്ഛന്, എന്നിട്ട് കൗരവരുടെ അച്ഛന്. പക്ഷെ ആ ധൃതരാഷ്ട്ര കണ്ണുപൊട്ടനാ. പക്ഷെ കണ്ണുപൊട്ടനായിട്ടും മനസ്സും പൊട്ടത്തരമായിരുന്നു. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് നോക്കൂ, 100 മക്കളെയും കുരുതിക്ക് കൊടുത്തു എന്നുള്ളതാ. എന്നിട്ടും പോട്ടെ, ഭീമനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയോ പഞ്ചപാണ്ഡവരെ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിച്ചു എന്നുള്ളത്. എന്നിട്ടും ധൃതരാഷ്ട്രം എന്തായിരുന്നു ചെയ്യുന്നത്? ഈ മക്കളെല്ലാം മരിച്ചതിന് ശേഷം പാണ്ഡവരുടെ കൂടെ പോയിട്ട് ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ട് എത്രയോ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഭീമന് ഉരുട്ടി കൊടുക്കുന്ന ആ എന്താ വലിയ ആനന്ദത്തോടുകൂടി ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്നത് പോലെ കഴിക്കുമായിരുന്നു ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ വിദുരര് പറഞ്ഞു, പട്ടികയ്ക്ക് എങ്ങനെയാ പിണ്ടം കൊടുക്കുന്നത് എന്നതുപോലെയാ നീ ഇവിടെ കഴിയുന്നത്, നിനക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാ വിദുരര് പിന്നെ അവസാനം ധൃതരാഷ്ട്രരെയും ഗാന്ധാരി ദേവിയും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. അവസാനം ഒരു മുക്തി നേടിപ്പോയി, സന്യാസമൊക്കെ എടുത്ത് മുക്തി നേടിപ്പോയി എന്നുള്ളത്. അതിന് വേറൊരു കഥകളുണ്ട്. അത് പിന്നെ മഹാഭാരതത്തിലുണ്ട് കഥകള്. അല്ലെ, പറയുന്നതിന്റെ അർത്ഥം എന്തുവാന്നോ, നമ്മൾ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ
എല്ലാത്തിൽ നിന്നിട്ട് മോചിതരായിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്വയം ജീവിതം സമർപ്പിച്ച് നമ്മൾ ജീവിക്കണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഇന്ദ്രത്വദുർഘർഷകൃതാദമാശാത് വവർഷനാസിന്യനാസ്മിന്നജനാവവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വൃദ്ധതാ സുവർഷ. ഇന്ദ്രത്വദുർഘർഷ കൃതാദമർഷാത് വവർഷനാസ്മിന്നജനാവവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വൃദ്ധതാ സുവർഷ. ഇന്ദ്രത്വദുർഘർഷ കൃതാദമർഷാത് വവർഷനാസ്മിന് അജനാവവർഷേ യഥാ തഥാത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വൃദ്ധതാ സുവർഷം. ഇന്ദ്രത്വദുർഘർഷ കൃതാദമർഷാത് വവർഷനാസ്മിന് അജനാവവർഷേ യഥാ തഥാത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വൃദ്ധതാ സുവർഷം. ഇന്ദ്രത്വദുർഘർഷ കൃതാദമർഷാത് വവർഷനാസ്മിന് അജനാവവർഷേ യഥാ തഥാത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വൃദ്ധതാ സുവർഷം. വൃദ്ധതാ സുവർഷം. വായിക്കാമോ? വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഇന്ദ്രത്വോത്കർഷ കൃതാത്തമർഷാത് വവർഷനാസ്മിന്ന അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന ധൃതദാ സുവർഷം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഇന്ദ്രിയസ്ത്വദുത്കർഷ കൃതാദമർഷാ വർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന ദ്വദധാ സുവർഷം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ദ്രസ്തുഹർഷകൃതാദമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനുദ്യുത സുവർഷം. ഹരേ കൃഷ്ണ. സ്വവർഷമേന വൃദ്ധത. വൃ പറയണത് അങ്ങനെ ഒരു സാധനം ഞെട്ടിരിക്കുന്നില്ലേ? വാ വരുവാതെ വൃദ്ധത സുവർഷം. ഒരു 5-6 തവണ വായിക്കുമ്പോ അങ്ങ് ശരിയാവും. ഞാൻ പറഞ്ഞിട്ടില്ലയോ, എത്ര സ്റ്റേജിൽ വായിച്ചിട്ടുള്ളവരായാലും മനസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റും അവിടെ. ഇതാണ് നാരായണീയത്തിന്റെ പ്രത്യേകത. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പട്ടതിരിപ്പാടാണെന്നുണ്ടെങ്കിൽ തന്റെ ഭയങ്കര പണ്ഡിതരല്ലായിരുന്നു. പാണ്ഡിത്യം മൊത്തം ഈ നാരായണത്തിൽ വന്നിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ വായിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വിഷമം ആർക്കും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാം ശരിയായിക്കോളും. ഒരു പ്രവചിയോട് വായിക്ക്. ഹരേ കൃഷ്ണ. ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന ദ്രുതധാ സുവർഷം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇന്ദ്രത്വോത്കർഷ കൃതാദമർഷാത്. ഇന്ദ്രൻ എപ്പോഴും ഉള്ള സൂക്കേട്. ആരെങ്കിലും നല്ലതുപോലെ രാജ്യം ഭരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യുന്നുണ്ട്, ഇന്ദ്രനെ അങ്ങനെ വലിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രന് ഒരു കൃതാദ അമർഷം തോന്നും. മനസ്സിലായോ? ഇവിടെ അത് തന്നെയാ വന്നിരിക്കുന്നത്. അജനാവ വർഷത്തിൽ എന്ത് ചെയ്തു? അവർഷനാസ്മിൻ അജനാവ വർഷ. ഈ നാവിയുടെ അല്ലാന്നുണ്ടെങ്കിൽ ഈർഷ്വൻ ഭരിക്കുന്ന രാജ്യത്തെ ആണെന്നുണ്ടെങ്കിൽ വർഷമേ കൊടുത്തില്ല എന്നുള്ള. വർഷം എന്ന് പറഞ്ഞാൽ മഴ പെയ്ച്ചിട്ടേ ഇല്ല. ഇന്ദ്രൻ എന്ത് പറ്റി? ഇന്ദ്രത്വോത്കർഷ അങ്ങയോട് അമർഷം തോന്നി. മനസ്സിലായോ? അന്നേരം എന്താ ചെയ്തത്? വവർഷനാസ്മിൻ അജനാവ വർഷ. അജനാവ വർഷത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വർഷമേ പെയ്ച്ചില്ല, മഴയെ പെയ്ച്ചില്ല. യഥാർത്ഥം നിജയോഗശക്തിയാ. ഭഗവാൻ സാക്ഷാൽ ഭഗവാനല്ലേ. ഭഗവാൻ എന്താ പറ്റാത്തത്? അങ്ങയുടെ യോഗശക്തി കൊണ്ട് എന്ത് ചെയ്തു? സ്വവർഷമേന വ്രതദാ സുവർഷം. ഇഷ്ടംപോലെ മഴ അജനാപത്തില് അദ്ദേഹത്തിന്റെ രാജ്യത്ത് മഴ ശരിക്ക് തന്റെ നിജയോഗ ശക്തിയില് മഴ പെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ അതെങ്കിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് വലിയ വലിയ മഹർഷിമാരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ തപശക്തിയിൽ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമ്മള് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കൂലോ. അതുകൊണ്ടും തന്നെ ഇവിടെ സാക്ഷാൽ ഭഗവാനാണ്, ഭഗവാന്റെ അംശാവതാരമാണ് ഋഷഭ മുനി. പക്ഷെ ആ ഋഷഭ മുനിയോട് പോലും ഇന്ദ്രന് ഉത്കർഷ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഷ്യം മീൻസ് അസൂയ കുശുമ്പ് എന്ന് പറയത്തില്ലേ. ഇപ്പൊ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയാ, നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആരെങ്കിലും നല്ലതായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ അവർക്ക് അവരോട് ഒരു അസൂയ തോന്നുന്നു എന്നുള്ളത്. ആ അസൂയ തോന്നുന്നത് മഹാമായയുടെ ഒരു കളിയാണ്. ആ മഹാമായ നമ്മളെ പിടികൂടാതെ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ തൃപ്പാദത്തിലെ ശരണം പ്രാപിക്കണമെന്നുള്ളതാ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെയാ, പിന്നെ അവരെ പറ്റി കുറ്റങ്ങളും കുറവുകളും പറയാനേ നമുക്ക് സമയം ഉണ്ടാവത്തുള്ളൂ. ആ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? ഇല്ല, ഒന്നും കിട്ടില്ല. ഇവിടെ അതേപോലെ ഇന്ദ്രൻ എങ്ങനെയാ, സ്വർഗലോകത്തിന്റെ രാജാവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ ഉണ്ട്. മനസ്സിലായി പറഞ്ഞ് അതിനാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടി ഇന്ദ്രൻ ഓരോ അടി കൊടുക്കുമ്പോഴേ ഇന്ദ്രൻ പിന്നെയും ഭഗവാനെ പോയി വിളിക്കുന്നതെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഇന്ദ്രന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ് ഇവിടെ ഋഷഭന്റെ രാജ്യത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്യിച്ചില്ല. എന്തുകൊണ്ടാ? അമർഷം കൊണ്ട്. പക്ഷേ ഋഷഭൻ ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ യോഗബലത്തില് ആ അവിടെ തന്റെ രാജ്യത്ത് എന്ത് ചെയ്തു? സുവർഷം ഇഷ്ടംപോലെ മഴ പെയ്ച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ദ്രനെ അവിടെ തോപ്പിക്കുന്നു എന്നുള്ളത്. ആ ഇന്ദ്രന്റെ ആ ഉത്കർഷമാണെന്നുണ്ടെങ്കിൽ അമർഷമായിട്ട് മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ അമർഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ നിജയോഗ ശക്തിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? തന്റെ രാജ്യത്ത് മഴ പെയ്യിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഋഷഭചരിതം വന്നിരിക്കുന്നത്. ആ ഋഷഭചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു പാഠമാണിത്. എന്താ? നമ്മുടെ യോഗശക്തി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കിപ്പം സ്പിരിച്വലി നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പാടുകളൊക്കെ വരും. പക്ഷെ ആ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല എന്നുള്ളതാ. എന്താ? മഹാമായ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 മായ, യോഗമായ ആൻഡ് മഹാമായ. നമ്മളെ ഭക്തിയുടെ ഒരു ശകലം അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ മഹാമായ വന്നിട്ട് നമ്മളെ എങ്ങനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളിട്ട് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആ കഷ്ടപ്പാടൊന്നും നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും? ഞാൻ ഇത്രയൊക്കെ വിളിച്ചല്ലോ, എന്നിട്ടും ഭഗവാൻ എനിക്ക് എന്താ തന്നിരിക്കുന്നത്? എനിക്ക് ഒന്നും തന്നിട്ടില്ല. ഈ കഷ്ടപ്പാടല്ലാതെ ബുദ്ധിമുട്ടല്ലാതെ ഒന്നും എനിക്കില്ല. ഇനി ഞാനതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നില്ല. ചിലരൊക്കെ എന്താ ചെയ്യുന്നത്? പൂജിക്കുന്ന ബിംബങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോകളോ ഒക്കെ കൊണ്ടുചെന്ന് വെള്ളത്തിൽ കൊണ്ട് കളയെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളതാ. ഒരിക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്തന് കൃഷ്ണഭക്തനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൂജയും പാട്ടും ഒക്കെയാ. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇത് നമുക്ക് ഗുരുവായൂർ ഒരു കൃഷ്ണ വിഗ്രഹം കിട്ടത്തില്ലേ, ആ വിഗ്രഹം കൊണ്ടുവന്നിട്ട് ഭയങ്കര പൂജയും പാട്ടും ഒക്കെ ചെയ്ത്, പക്ഷേ എന്താ അത് ഭക്തി ചെയ്യും തോറും അദ്ദേഹത്തിന് അങ്ങ് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അന്നേരം ആരോ പറഞ്ഞു കൊടുത്തു, കൃഷ്ണനെ പൂജിച്ചാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ. കൃഷ്ണനെ പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, ശിവനെ പൂജിക്കുക. ശിവൻ എന്ന് പറഞ്ഞ ആശുതോഷ പെട്ടെന്ന് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃപ ചൊരിയും. അതുകൊണ്ട് ശിവന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട് മറ്റേതിനെ അങ്ങോട്ട് വെച്ചു. നീ അവിടെ ഇരുന്ന ഒരു മൂലയില്. എന്നിട്ട് എന്ത് ചെയ്തു? ശിവന്റെ പൂജ അങ്ങോട്ട് തുടങ്ങി. ശിവന്റെ പൂജ ചെയ്യുന്ന സമയത്ത് ശിവന്റെ കാൽക്കലിടുന്ന പൂക്കളെല്ലാം പോയിട്ട് എവിടെയാ ചെയ്യുന്നത്? എവിടെയാ പോകുന്നത്? കൃഷ്ണന്റെ ആ ബിംബത്തിന്റെ അവിടെയാ പോകുന്നത്. അന്നേരം മനസ്സിലായി ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരീക്ഷണമായിരുന്നു. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു സംഭവം എന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഭഗവാനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭക്തൻ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ അഭീഷ്ടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം നേടിക്കൊടുത്തു. കൃഷ്ണനെ പൂജിക്കുന്നവർക്ക് എന്താ? കൃഷ്ണനെ പൂജിക്കുന്നവർക്ക് ലാസ്റ്റ് ആണ് മുക്തിമാർഗമാണ്. കൃഷ്ണനെ പൂജിക്കുന്നു. മുക്തിയാണ് മുക്തി പ്രദായകനാണ് ഭഗവാൻ. ആ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുക്തി ഷുവറാണെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷ്ണനെ പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും. പക്ഷെ കുറെ ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് സഫലമാക്കി കൊടുക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പിന്തിരിയരുത്. നമുക്ക് ഇപ്പം ക്ലാസ്സുകളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ക്ലാസ്സിലൊക്കെ കയറാനുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടിട്ട് തരും എന്നുള്ളതാ. പക്ഷെ അല്ല, എനിക്ക് മുന്നോട്ട് പോകണം, ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാ. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ. പക്ഷെ എനിക്ക് ആ ഒരു ദൃഢ നിശ്ചയം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനല്ല, എനിക്കിതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം, എനിക്ക് അറിയണം.
നമുക്ക് ആ ഒരു ത്വര വേണമെന്നുള്ളതാ. എന്താ നമുക്ക് ആ എന്താണിത്, എന്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആ ഒരു എനർജി വേറെ ഉള്ളവർക്ക് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ എനർജി കിട്ടുന്നത് എന്നൊക്കെ ആ ഒരു എനിക്കൊരു ആൻഷ്യസ്നെസ്, ആകാംക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ആകാംക്ഷയുടെ പുറത്തായിരിക്കും ഒരു പക്ഷേ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പഠിക്കാൻ പറ്റിയതെന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ വേണം. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിലെ പ്രഭുജിമാരെ, ഭർത്താക്കന്മാരെ എല്ലാത്തിനും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കിനെ എന്ന് പറഞ്ഞാൽ അവരും കൂടെ ഒന്ന് സീരിയസ് ആയാലുണ്ടല്ലോ നിങ്ങൾക്കും ഭയങ്കര സുഖമാകും എന്നുള്ളത്. പിന്നെ 9 മണിക്ക് എനിക്ക് ചോറ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 5 മണിക്ക് തന്നെ ഇത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞ് അവർ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ അവർ കുത്തിയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ അവരെയും കൂടി ഇതിനകത്ത് ഭക്തിയിൽ കൊണ്ടുവരണേ ഭഗവാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്തി ചെയ്യാനുള്ള ആ ഒരു അനുഗ്രഹം തരണേ ഭഗവാനെ എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ വെക്കണം. കൂടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സുഖമായിട്ട് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ ഈ ക്ലാസ് സമർപ്പിക്കാം. ആ സമർപ്പണം നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. ഗുരുവായൂരപ്പ ശരണം എന്നുള്ള ആ ഒരു ഇത് എന്തെങ്കിലും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. എത്ര തൊഴുതാലും മതി വരില്ല എന്നുള്ളതാ. തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. ഒരു കൈ ആ ശ്രീകൃഷ്ണൻ എങ്ങനെ നിൽക്കുന്നത്? ഒരു കൈയിൽ വെണ്ണയും മറു കൈയിൽ വേണുവുമായി തലയിൽ പീലി ചൂടി നിൽക്കുന്നു. മഞ്ഞപ്പട്ടുടുത്തു നീ കൗസ്തുഭമാലയുമായി കിങ്ങിണി കിലുക്കി നീ ചിരി തൂകുന്നു. കിങ്ങിണി കിലുക്കി നീ ചിരി തൂകുന്നു. തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണന്റെ തൃപ്പാദത്തിൽ നമ്മൾ നമ്മുടെ ഈ നാരായണനെ സമർപ്പിച്ചുകൊള്ളുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള പ്രണാമം.